കഠിനമായ വേനൽ ചൂടിന് ആശ്വാസമേകിക്കൊണ്ട് കേരളത്തിൽ വേനൽ മഴ സജീവമാകുന്നു. ഇന്ന് സംസ്ഥാനത്തിൻ്റെ 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് പ്രവചനം. ഇന്ന് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മെയ് 2 വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ്. മഴയോടൊപ്പം തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വേനൽ മഴയുടെ പ്രധാന പ്രത്യേകത അവയോടൊപ്പമുള്ള തീവ്രമായ ഇടിമിന്നലാണ്. സാധാരണ മഴയേക്കാൾ അപകടകാരിയാണ് ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ. മനുഷ്യജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും ഇത് വലിയ നാശനഷ്ടം വരുത്തുന്നു. അതിനാൽ കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടിമിന്നലിൽ നിന്നും രക്ഷ നേടാൻ പൊതുജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കർശനമായും പാലിക്കണം. വീടിനുള്ളിലായിരിക്കുമ്പോൾ സുരക്ഷിതമായിരിക്കുക. ഇടിമിന്നലിൻ്റെ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. ജനലുകളും വാതിലുകളും പൂർണ്ണമായും അടച്ചിടുക. ഭിത്തിയിൽ സ്പർശിക്കരുത്. ഇടിമിന്നൽ സമയത്ത് ഭിത്തിയിലോ തറയിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തിരിക്കാൻ ശ്രമിക്കുക. വൈദ്യുതോപകരണങ്ങളായ TV, ഫ്രിഡ്ജ് തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ പ്ലഗുകൾ ഊരിയിടുക. ഇടിമിന്നൽ സമയത്ത് അവയുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം. ലാൻഡ് ലൈൻ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് അപകടമില്ല. പൈപ്പിലൂടെ വൈദ്യുതി സഞ്ചരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇടിമിന്നൽ സമയത്ത് കുളിക്കുന്നതോ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതോ ഒഴിവാക്കുക. പുറത്തായിരിക്കുമ്പോൾ നമ്മളൊരിക്കലും മരച്ചൂട്ടിൽ നിൽക്കരുത്. ഇടിമിന്നൽ സമയത്ത് മരച്ചൂട്ടിൽ അഭയം തേടുന്നത് ഏറ്റവും വലിയ അപകടമാണ്. മരങ്ങൾ മിന്നലിനെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ യാത്രയിലാണെങ്കിൽ വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാൻ ശ്രദ്ധിക്കണം. എന്നാൽ സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ എന്നിവയിലൂടെയുള്ള യാത്ര ഒഴിവാക്കി സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറണം. പറമ്പിലോ ടെറസിലോ കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. അന്തരീക്ഷം മേഘാവൃതമാകുമ്പോൾ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം. ഇടിമിന്നൽ ഉള്ളപ്പോൾ മീൻ പിടിക്കാനോ കുളിക്കാനോ ജലാശയങ്ങളിൽ ഇറങ്ങരുത്. ബോട്ടിലോ മറ്റോ ആണെങ്കിൽ ഉടൻ തന്നെ കരയ്ക്കടുപ്പിക്കണം. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടരുത്. മഴമേഘം കാണുമ്പോൾ തന്നെ അവയെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കണം. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനോ വീടുകളുടെ മേൽക്കൂര തകരാനോ സാധ്യതയുണ്ട്. ജനലുകളും വാതിലുകളും കാറ്റിൽ അടിച്ചു പൊളിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുറ്റത്തോ ടെറസിലോ കാറ്റിൽ പറന്നുപോകാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുകയോ സുരക്ഷിതമായി മാറ്റുകയോ ചെയ്യുക. കാറ്റിനെ നേരിടാനുള്ള നിർദ്ദേശങ്ങൾക്കായി KSDMA വെബ്സൈറ്റ് സന്ദർശിക്കുക. മിന്നലേറ്റ ഒരാളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ മിന്നലേറ്റ ആളിന് ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകണം. മിന്നലേറ്റ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാൻ വളരെ പ്രധാനമാണ്. ഉടൻ തന്നെ വൈദ്യുത സഹായം ലഭ്യമാക്കുക. ഇടിമിന്നൽ സാധ്യത മുൻകൂട്ടി അറിയാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ഡാമിനി ആപ്പ് എല്ലാവരും മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. വേനൽ ചൂടിൽ നിന്ന് മഴ ആശ്വാസം നൽകുമെങ്കിലും അതോടൊപ്പം വരുന്ന അപകടങ്ങളെ നേരിടാൻ നാം ജാഗരൂകരായിരിക്കണം. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സുരക്ഷിതരായിരിക്കുക.